ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ കമന്റ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ ആദർശിനെ നയനെ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അവർക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ ആദർശും നയനയും കൂടിയിട്ട്. അങ്ങനെ അവരെ സ്വീകരിക്കാൻ വേണ്ടി അനന്തപുരി തറവ റെഡിയായിക്കൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ നമ്മുടെ അനിയുടെ അമ്മക്ക് അതൊട്ടും തന്നെ പിടിക്കുന്നില്ല. കാരണം ആദർശ് വന്നു കഴിഞ്ഞാൽ അനയ്ക്ക് മറ്റേ MD കസേരന്ന് എഴുന്നേറ്റ് കൊടുക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് അവർക്കൊന്നും അത് തീരെ പിടിച്ചിട്ടില്ല. അപ്പൊ അനി പറയുന്നുണ്ട്, ഹോ സമാധാനം, ഇനി MD കസേര ഏട്ടൻ നോക്കിക്കോളും, എനിക്ക് ഇനി റെസ്റ്റ് എടുക്കാം സ്വസ്ഥമായി എന്നൊക്കെ പറയാനാ. അത് കേൾക്കുന്ന അമ്മ പറയണ്ടേ, നിനക്ക് നാണുലടാ, ഇതുപോലത്തെ ഒരു അവസരം ഇനി വേറെ കിട്ടോ. നിനക്ക് MD കസേരയിൽ ഇരുന്നാ പോരായിരുന്നോ? ദേ ആദർശ് വന്നാലും നീ MD കസേരന്ന് എഴുന്നേറ്റ് കൊടുക്കരുത്. അമ്മക്ക് നാണുമില്ല അമ്മ ഇങ്ങനെ പറയാനായിട്ട്. ഈ കമ്പനി ഇത്രയും വളർന്ന് വലുതാവാൻ കാരണം മുത്തശ്ശൻ തന്നെയാ. പക്ഷെ ഒരു സമയം ഇപ്പൊ മുത്തശ്ശൻ അത് ആദർശേട്ടന്റെ കയ്യിൽ കൊടുത്തു. 10 വർഷമായിട്ട് ആദർശേട്ടനാ മൂർത്തീസ് ജ്വല്ലറി ഈ നിലയിൽ എത്തിച്ചത്. ആ ആദർശേട്ടന് ഒരു മാസത്തേക്കൊന്ന് മാറി നിന്ന് ഞാൻ ആ കസേര കയറിയിരുന്നപ്പോ ഞാൻ ആ കസേര സ്ഥിരം വരണോന്നാലോ അമ്മ പറയണത്. അമ്മക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ? മക്കളുടെ കാര്യത്തിലെ അമ്മമാര് കുറച്ച് സ്വാർത്ഥരായിരിക്കും. അത് നിന്റെ അവന്തിക മോളുടെ വിവാഹ നിശ്ചയം നടക്കാൻ പോണത്. അപ്പോ മൂർത്തീസ് ജ്വല്ലറിലെ MD ആണ് നീ എന്ന് പറയുമ്പോഴേക്കും മോൾക്കും ഒരു അഭിമാനമാണല്ലോ. ഓ, അപ്പൊ അതാണ് അമ്മക്ക് കാര്യം. എങ്കില് അമ്മ കേട്ടോ, ആ വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോവാണ്. നവീനോട് സഹായം ചോദിക്കണ്ടേ. എടാ നവീനെ, നീ എങ്ങനെയെങ്കിലൊക്കെ ഈ വിവാഹ നിശ്ചയം ഒന്ന് മുടക്കി താടാ. നീ ഒരു കാര്യം ചെയ്, നീ അനാമികനെ ഒന്ന് പോയി കാണ്. എന്തിനാടാ ഞാൻ അനാമികനെ പോയി കാണുന്നത്? എടാ അവളോട് പറയണം, എന്റെ വിവാഹ നിശ്ചയം ആരും അറിയാതെ മുത്തശ്ശൻ നടത്താൻ വേണ്ടി പോവാണ് അവന്തികയായിട്ടെന്ന്. അതറിഞ്ഞ അവള് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വന്നോളൂ. പിന്നെ വിവാഹ നിശ്ചയം നടത്താനും പറ്റില്ല. അത് മാത്രല്ല അത് ഇല്ലീഗലും ആണല്ലോ. നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ അങ്ങോട്ട് ട്രൈ ചെയ്യാം എന്ന് നവീൻ നമ്മുടെ അനിയുടെ മുമ്പിൽ പറയുന്നുണ്ടെങ്കിൽ നവീൻ മനസ്സിൽ വിചാരിക്കുകയാണ്, പറഞ്ഞത് തന്നെ. എടാ നിന്റെ വിവാഹ നിശ്ചയം നടക്കണം, അവന്തിക്ക് നിന്റെ വിവാഹം നടക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് എന്റെ നന്ദുവിനെ സ്വന്തമാക്കാൻ സാധിക്കുള്ളൂ. നന്ദുവിനെ സ്വന്തമാക്കാൻ വേണ്ടി നീ ഈ സുഹൃത്തിനെ മറന്നേക്കടാ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുകയാണ് നവീൻ കേട്ടോ. അനിയാണെങ്കിൽ നന്ദുവിനോട് വിളിച്ച് പറയണ്ട്, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഈ വിവാഹ നിശ്ചയം നടക്കാണെന്ന് പോകുന്നില്ല. നന്ദു പറയണ്ട്, നിന്റെ തറവാട്ടിലെ എല്ലാവരുടെ ആഗ്രഹം ആ വിവാഹ നിശ്ചയം നടക്കണമെന്നാണ്. എടി എനിക്കിഷ്ടമല്ല. നിങ്ങളെല്ലാവരും കൂടി എന്തിനാണ് ഇഷ്ടപ്പെടാത്തൊരു പെണ്ണെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി നോക്കുന്നത്? നിനക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളെ നിന്റെ തലയിൽ വീട്ടുകാരെ കെട്ടിവെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? അതുപോലെ തന്നെ ഞാനും ഒരു മനുഷ്യനാണ്. നിനക്കിനിപ്പോ എന്നെ വേണമെങ്കിലും എന്തായാലും അവന്തിക ഞാൻ നമ്മളെ വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പിച്ച് അനി പറയാണ്. നവ്യാണെന്നുണ്ടെങ്കിൽ നയന തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും അനന്തപുരിയിലേക്ക് വരുമ്പോഴേക്കും നയനയുടെ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ എന്നൊക്കെ പലവട്ടം ചിന്തിക്കുന്നുണ്ടെങ്കിലും വേണ്ട, ഇപ്പൊ സത്യങ്ങൾ തുറന്ന് താനായിട്ട് പറയുകയാണെങ്കിൽ ഇവരത് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. കാരണം അവന്തികേനെ അത്രമാത്രം വിശ്വാസമാണല്ലോ ഇവർക്ക്. അതിന് കയ്യോടെ എന്തെങ്കിലും അവളുടെ കള്ളത്തരം പിടിച്ചു കൊടുത്തേ പറ്റൂ. അങ്ങനെ എങ്ങനെയാണൊന്ന് കള്ളത്തരം പിടിച്ചു കൊടുക്കുക എന്നൊക്കെ നവ്യ ഇങ്ങനെ വിചാരിക്കേണ്ട. മുത്തശ്ശനോട് തുറന്നു പറഞ്ഞാലോ? മുത്തശ്ശൻ ഒട്ടും വിശ്വസിക്കാൻ പോകുന്നില്ല. പാവം അനി, അവന്റെ മനസ്സ് ആരും മനസ്സിലാക്കുന്നില്ല. എന്നാലും മുത്തശ്ശൻ അങ്ങനെയല്ലല്ലോ. കൊച്ചുമക്കളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് മുത്തശ്ശൻ. അതായത് നന്ദുവും അനിയും തമ്മിൽ ചെറിയൊരു അഫെയർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ പാവം മുത്തശ്ശിയും കൂടി അമ്മയുടെയും അച്ഛൻ്റെ അടുത്ത് പോയി സംസാരിക്കുക വരെ ചെയ്തതാണ് നന്ദുവിനെ അനിക്ക് കൊടുക്കാവോന്ന്. അപ്പൊ അതുകൊണ്ട് എന്തായാലും മുത്തശ്ശൻ എന്ന് പറയണത് കൊച്ചുമക്കളുടെ മനസ്സറിഞ്ഞ ഒരു മുത്തശ്ശൻ തന്നെയാണ്. മുത്തശ്ശൻ ഇങ്ങനത്തെ ഒരു വിവാഹ നിശ്ചയം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടാകും. മാത്രമല്ല അവന്തികയുടെ കള്ളത്തരം മുത്തശ്ശനെ മനസ്സിലാക്കി കാണുമായിരിക്കോ? അവൾക്കിട്ടൊരു പണി കൊടുക്കാനായിരിക്കോ? കാരണം അവളുടെ അച്ഛനാണെന്ന് ആകെ എന്തെന്ന് മനസ്സിലായല്ലോ. അച്ഛന്റെ ഗുണം മോൾക്ക് കിട്ടാതിരിക്കില്ലല്ലോ. അങ്ങനെ നവ്യ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കാട്ടോ. മുത്തശ്ശനോട് നമ്മുടെ മുത്തശ്ശി ചോദിക്കണ്ട, അല്ല അനിക്ക് ഈ വിവാഹ നിശ്ചയത്തിൽ ഒരു താല്പര്യമില്ല, അവന്തിക മോളോട് ഒരു താല്പര്യവും അനിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് നമുക്ക് ഈ വിവാഹ നിശ്ചയം നടത്തണോ? കൊച്ചുമക്കളുടെ സന്തോഷമല്ലേ നമ്മുടെ വലുത്. ഇഷ്ടപ്പെടാത്ത വിവാഹ നിശ്ചയം വിവാഹമൊക്കെ നടന്നിട്ട് ഒരു കാര്യമില്ലെന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങൾ തന്നെ നോക്കൂ, അനിയുടെയും അതുപോലെ തന്നെ അവന്തികയുടെയും വിവാഹ നിശ്ചയം നടത്തി കഴിഞ്ഞാൽ അനിയും അതുപോലെ തന്നെ അനാമികയും തമ്മിൽ എങ്ങനെയാണോ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോയത് അതുപോലെ തന്നെയായിരിക്കും ഇവിടെയും സംഭവിക്കാൻ പോണത്. മുത്തശ്ശൻ പറയണ്ട്, എടോ താൻ ഒന്നും കൊണ്ട് പേടിക്കേണ്ട. ഞാൻ എന്തെങ്കിലും മനസ്സിൽ കാണാതെ ഇങ്ങനെ ചെയ്യാൻ തനിക്ക് തോന്നുന്നുണ്ടോ? അല്ല എന്താ മനസ്സിൽ കണ്ടത്? ഇങ്ങനെ എന്താന്ന് എന്നോട് പറഞ്ഞാലോ, എങ്കിലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ.
തന്നോടൊന്നല്ല, അത് ഞാൻ ആരോടും പറയാൻ പോണില്ല. പിന്നെ അവന്തികയുടെ വിവാഹ നിശ്ചയമാണല്ലോ, അതുകൊണ്ട് അവള് വേണമെങ്കിൽ അവളുടെ അച്ഛനെ വേണമെങ്കിൽ വിളിക്കട്ടെ, എല്ലാവരെയും വിളിക്കട്ടെ. ആ ദിവസം ഇവിടെ വലിയൊരു സർപ്രൈസ് ഒരുക്കുന്നുണ്ട് ഞാൻ. നിങ്ങൾ എന്താ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ? നിങ്ങൾ എന്നോട് പറയൂ, ഞാനൊന്ന് കേൾക്കട്ടെ. ആ, പറയാം, സമയം ആവട്ടെ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ഇതൊക്കെ നവ്യ കേക്കാണ്. മുത്തശ്ശൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? വിവാഹ നിശ്ചയത്തിന് എന്തോ വലിയൊരു സംഭവം മുത്തശ്ശൻ പൊട്ടിക്കാൻ പോകുന്നുണ്ട്. അതെന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് വിചാരിക്കണം. അങ്ങനെ അവന്തിക വിവാഹ നിശ്ചയത്തിനുള്ള സാരിയും ആഭരണങ്ങളും ഒക്കെ തന്നെ മേടിക്കണ്ട. എല്ലാം മൂർത്തീസ് ജ്വല്ലറി എന്നാണ് എടുക്കണത്. ഫ്രീ ആണല്ലോ, എല്ലാം എടുക്കാലോ. അതുകൊണ്ട് എല്ലാം എടുക്കാണ്. നമ്മുടെ ജലജയം ഒട്ടും കുറയ്ക്കുന്നില്ല. അബിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല. അബി പറയുന്നുണ്ട്, ഇവിടെ ആകെ ജ്വല്ലറിയും പൂട്ടി ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ കിടക്കുമ്പോഴാണ് അവളുടെ ഒരു വിവാഹ നിശ്ചയം. ജലജ പറയുന്നുണ്ട്, എടാ ഞാൻ നിനടുത്തൊരു കാര്യം പറയാം. അവൾക്ക് ആ അനിയനെ ഇഷ്ടമാണ്. നിനക്കറിയാലോ, നിന്റെ അനിയത്തിന്റെ സ്വഭാവം വെച്ച് ആരും അവളെ കല്യാണം കഴിക്കാൻ പോകണമെന്നില്ല. അപ്പൊ ഈ തറവാട്ടിൽ അനിയാകുമ്പോഴേക്കും ഒരു കുഴപ്പമില്ല. അവളുടെ പൂർവ്വചരിത്രം അത്ര വലുത് നല്ലതൊന്നും അല്ലല്ലോ. അപ്പൊ അനിയനെ ചെക്കനെ കിട്ടണത് മഹാഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. ആ അനിയും അതുപോലെ തന്നെ അനാമികയും തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് അവന്റെ ആദ്യ കെട്ട് തന്നെയാണ്. നീ പങ്കെടുത്താലും ഇല്ലെങ്കിലും എന്റെ മോളുടെ വിവാഹ നിശ്ചയം ഗ്രാൻഡ് ആയിട്ട് എന്നെ നടത്താനാ അച്ഛൻ തീരുമാനിച്ചേക്കണത്. അതിന്റെ കൂടെ ഞാനും നിൽക്കും. എന്തായാലും എനിക്ക് കുറച്ച് ആഭരണങ്ങളൊക്കെ എടുക്കണം. ഇന്ന് തന്നെ മൂർത്തീസ് ജ്വല്ലറി പോണം, കുറച്ച് ആഭരണങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ ജലജ പറയണം. അങ്ങനെ ജലജയും കുറച്ച് ആഭരണങ്ങൾ വാരി തൂക്കി ഇടുന്നുണ്ട്. നയനക്കും ആദർശനും ഭയങ്കര വിഷമോട്ടോ. കാണാൻ അനി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്നുള്ള പേടിയാണ് ഇവർക്ക്. പക്ഷെ മുത്തശ്ശനിൽ ഒരു വിശ്വാസമുണ്ട്. മുത്തശ്ശൻ ഒന്നും കാണാതെ ഇത് ചെയ്യത്തില്ല. അനിയുടെ ഒരു ഇഷ്ടവും താല്പര്യം നോക്കാതെ മുത്തശ്ശൻ ഇങ്ങനത്തെ ഒരു വിവാഹ നിശ്ചയം നടത്തില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അനിയുടെ മനസ്സ് മനസ്സിലാക്കിയിട്ട് മുത്തശ്ശൻ എന്തെങ്കിലും തീരുമാനിച്ച് കാണുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ദേവ്യാനിക്ക് ഇങ്ങനെ മനസ്സിൽ കാണണം, വിവാഹ നിശ്ചയത്തിന് എന്താണാവോ മുത്തശ്ശൻ ഒരുക്കണത്. മുത്തശ്ശൻ എന്താണോ അനിയുടെ സമ്മതം ഇല്ലാതെ നടക്കാൻ എന്തായാലും മുത്തശ്ശൻ സമ്മതിക്കില്ല. അപ്പൊ അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുത്തശ്ശൻ പണി ഒപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മുത്തശ്ശൻ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു വിവാഹ നിശ്ചയം അച്ഛൻ നടത്തില്ല എന്ന് ദേവയാനിയും ഉറപ്പിച്ച് പറയണ്ട. അങ്ങനെ വിവാഹ നിശ്ചയ ദിവസമാണ്. നമ്മുടെ അവന്തികേനെ നാണം കെടുത്തുന്ന മുത്തശ്ശിന്റെ ഉദ്ദേശം കേട്ടോ. അവന്തിക മാത്രമല്ല, അതിന്റെ കൂടെ ജലജ പെടും, അബി പെടും, പിന്നെ ആരാണ്, നമ്മുടെ നാഗേന്ദ്രനും. അങ്ങനെ അച്ഛനെയും ഭാര്യേനെയും അമ്മേനെയും അതുപോലെ തന്നെ 2 മക്കളെയും അടിച്ചു പുറന്തള്ളാനാണ് നമ്മുടെ മുത്തശ്ശൻ വിളിച്ചു കൂട്ടിയേക്കണത്. ആദ്യ ഞായറാഴ്ച വിവാഹ നിശ്ചയം എന്നല്ല നടക്കാൻ പോണത്. ഇവരെ 4 പേരും അടിച്ചു പുറത്താക്കാൻ പോകുന്ന ദിവസമാണ്. അതെ, അബിയും ജലജയും ഒരിക്കലും നമ്മുടെ മൂർത്തിയുടെ കൊട്ടാരത്തിൽ, അതായത് അനന്തപുരി കൊട്ടാരത്തിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ നവ്യക്കൊരു അവസരം കൊടുക്കും. നിനക്ക് നിന്റെ ഭർത്താവിന്റെ കൂടെ പോകണമെങ്കിൽ പോകാം, പക്ഷെ ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല. നീ ഇവിടെ നിൽക്കാണ് ഞങ്ങൾക്ക് താല്പര്യം എന്ന് പറയുമ്പോൾ നവ്യ എന്തായാലും അവരുടെ കൂടെ ഒന്നും പോകാൻ പോണില്ല. നവ്യ അവിടെ നിൽക്കുള്ളൂ. കാരണം തന്റെ ചന്തുമോളും തന്റെ മോനും അനന്തപത്മനാഭനും അവിടെ നിൽക്കേണ്ടവരാണല്ലോ. അതുകൊണ്ട് കുട്ടികളെല്ലാം സുഖ സൗകര്യങ്ങളോടെ നിൽക്കാനായിട്ട് നവ്യ അവിടെ തന്നെ നിൽക്കും. നാണം കെട്ടു പോകാൻ പോണത് നമ്മുടെ അബിയും അവന്തികയും ജലജയും നാഗേന്ദ്രനൊക്കെയാണ്. എന്തായാലും ഞായറാഴ്ച അടിപൊളി എപ്പിസോഡ് തന്നെയായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. പിന്നെ ഇന്ന് എപ്പിസോഡില്ല, കാരണം കാറ്റത്തെ കിളിക്കോട് മഹാ എപ്പിസോഡാണ്. അതുകൊണ്ട് ഇന്ന് പത്തരമാറ്റ് സീരിയൽ ഇല്ല, നാളെ ആയിരിക്കും ഉണ്ടാവുന്നത്. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.